ഹായ് സ്റ്റുഡൻസ്, ഇന്ന് കമ്പ്യൂട്ടർ സയൻസിൽ വിക്ടേഴ്സിൽ ക്ലാസ് ഉണ്ടായിരുന്നു. പുതിയൊരു ടോപ്പിക്കാണ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സെക്കൻഡ് ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് നടന്നത്. അതിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റാണ് ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പഴയ ടൈപ്പ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗ് എന്ന് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത പ്രോഗ്രാമിനെ പ്രോഗ്രാമിംഗ് പാരാഡിം എന്ന് പറയുന്നുണ്ട്. പ്രോഗ്രാം പാരാഡിം മീൻസ് the way of writing the programs. ഏത് രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അനുസരിച്ചാണ് പാരാഡിം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ബാക്കോട്ട് പോകണം. കാരണം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എവല്യൂഷൻ പറയുമ്പോൾ അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, ദെൻ ഫോർത്ത് ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എങ്ങനെയായിരുന്നു? കാരണം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ട് 40-40 കൊല്ലമായി. അപ്പോൾ അതിലുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഹാർഡ്വെയർ ലെവലിലും പ്രോഗ്രാമിംഗ് ലെവലിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അന്ന് ആദ്യത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഒരു അൺസ്ട്രക്ചേർഡ്, അത് അസംബ്ലി ലാംഗ്വേജിൽ മെഷീൻ ലാംഗ്വേജിലൊക്കെ എഴുതുമ്പോൾ ഒരു അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയാം. നിരത്തി എഴുതി പോരുക ചെയ്യാം. സീക്വൻഷ്യൽ മാനറിലാണ് ലൈൻ ബൈ ലൈനായിട്ട് എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. മുകളിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നു. അങ്ങനെ ആയിരുന്നു പണ്ട് പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസവും അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിംഗ് തുടങ്ങി. ഇപ്പോൾ C++ ലെവലിലാണെങ്കിൽ ആദ്യം ഒരു പ്രോഗ്രാം തുടങ്ങി. പിന്നീട് നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്റ്റൈലിൽ മാറ്റം വരുന്നത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചപ്പോഴായിരിക്കും. കഴിഞ്ഞ കൊല്ലം പഠിച്ച കാര്യമാണ് ഫങ്ഷൻസ് എന്നത്. അപ്പോൾ ആ ലെവലിൽ ഒരു ഫങ്ഷന് എന്താണ്, എങ്ങനെയാണ് എഴുതുക, ഇതിനു വേണ്ടിയ ഫങ്ഷൻ എഴുതുന്നത്, ഫങ്ഷൻ എഴുതിയുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് എഴുതുമ്പോഴാണ് ഫങ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ ചിലപ്പോൾ ഒരുപാട് കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല എന്ന് വരാം. കാരണം മനസ്സിലാവാത്തത് എന്തുകൊണ്ടായിട്ട് പ്രീവിയസ് ലെവലിലുള്ള പ്രോഗ്രാമിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും എന്താണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് ചില വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാവാം. പ്രശ്നമില്ല, നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അതൊരു പ്രോഗ്രാമിലൂടെ ആ പ്രോഗ്രാം കൺസെപ്റ്റ് ഒന്ന് കൺവേ ചെയ്യാൻ ഞാൻ ശ്രമിച്ച് നോക്കാം. സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലെവലിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് സ്ട്രക്ചേഴ്സിനെ പറ്റിയായിരുന്നത്. അവിടെയും ഈ കൺസെപ്റ്റ് മാത്രം പഠിച്ചു പോകുന്ന ഉപരിയായിട്ട് ആ സ്ട്രക്ചർ വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോഗ്രാം സ്വന്തമായിട്ട് എഴുതാൻ പറ്റിയാലേ ആ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. സ്ട്രക്ചർ എനിക്ക് യൂസ് ചെയ്യാൻ അറിയാം, എൻ്റെ പ്രോഗ്രാമിൽ എനിക്കൊരു സ്ട്രക്ചർ എനിക്ക് ഉപയോഗിക്കാൻ അറിയാം എന്നുള്ളത് സ്ട്രക്ചർ വെച്ച് പ്രോഗ്രാം എഴുതുമ്പോഴാണ് ആ കാര്യം നമുക്ക് കൺവിൻസായി മനസ്സിലായി എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നും. ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, സ്ട്രക്ചർ ഇതേ ഉള്ളൂ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു പ്രോഗ്രാമായിട്ട് ഞാൻ തുടങ്ങാം.
പ്രോഗ്രാമിൻ്റെ സൈസ് കണ്ടിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. വളരെ ലെങ്തി ആയിട്ട് എന്തൊക്കെ കുറേ കാര്യങ്ങൾ എഴുതി ലെവലിലല്ല. ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പ്രോഗ്രാം എഴുതേണ്ടത് 2 കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം എഴുതണം. കോംപ്ലക്സ് എന്നുള്ള വാക്ക് കേട്ട് പഠിക്കുന്നുണ്ട്. കോംപ്ലക്സ് ഒന്നും അല്ല സംഭവം. കോംപ്ലക്സ് എന്നുള്ള വാക്കുകൾ ചിലപ്പോൾ പേടി വരാം, ചിലപ്പോൾ ഡസൻറ്റ് മാറ്റർ. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ളത് പ്യൂർലി മാത്സ് ആണ്. കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. കോംപ്ലക്സ് നമ്പർ ഹാവ് എ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ എന്നാൽ റിയൽ പാർട്ട് ഉണ്ടായിരിക്കും, ഇമാജിനറി പാർട്ട് ഉണ്ടായിരിക്കും. അപ്പം നോർമലി ആസ് യൂഷ്വൽ നമ്മൾ പ്രോഗ്രാമിൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഇതാണ് വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. രണ്ട് 4 6 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. R1 R2 എന്നുള്ളത് R1 IMG1 ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിന് വേണ്ടിയിട്ട്, R2 IMG2 എന്നുള്ള സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിന് വേണ്ടിയിട്ട്, RG എന്നുള്ളത് തേർഡ് കോംപ്ലക്സ് നമ്പറിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ പ്രോഗ്രാമിന് ആവശ്യമായ വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ ആ വേരിയബിൾ വാല്യൂ റീഡ് ചെയ്തു. R1 ആൻഡ് IMG1 എന്നുള്ള ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിന് റീഡ് ചെയ്തു. ദെൻ തൊട്ടടുത്ത് വെച്ച് ഞാൻ എൻ്റെ സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ വെച്ചു. സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും റീഡ് ചെയ്തു. ദെൻ നിങ്ങൾ ഡയറക്റ്റ് കാൽക്കുലേഷനാണ്, വേറെ ലോജിക്കൽ ലെവലിലോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ റിയൽ പ്ലസ് സെക്കൻഡ് റിയൽ ആണ്. അതുകൊണ്ട് R1 + R2 ആഡ് ചെയ്തു. IMG എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ ഇമാജിനറി പാർട്ട് പ്ലസ് സെക്കൻഡ് കോംപ്ലക്സിൻ്റെ ഇമാജിനറി പാർട്ട് ആഡ് ചെയ്ത് കിട്ടി. ദെൻ ഇതാണ് ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഒരു ഈഫ് എൽസ് ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. അത് കണ്ടിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഈ ഒരു ഈഫ് എൽസ് എന്തിനാണ് ചെയ്ത് വെച്ചാൽ പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ എനിക്ക് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യണം. നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ എഴുതുക. ഫോർ എക്സാമ്പിൾ 2 + 4i, അല്ലെങ്കിൽ 5 + 2i, അല്ലെങ്കിൽ 8 - 3i. അങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എഴുതുക. അപ്പോൾ ഇവിടെ പ്ലസ് ഇടണോ പ്ലസ് ഇടണ്ടേന്ന് തീരുമാനിക്കുന്നത് ഇമാജിനറിൻ്റെ വാല്യൂ ആണ്. ഇമാജിനറി വാല്യൂ >0 ആണെങ്കിൽ പ്ലസ് ഇടണം. അതിൻ്റെ വാല്യൂ <0 ആണെങ്കിൽ നമ്മൾ പ്ലസ് ഇടാതെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ R1ൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 3 + ഇമാജിനറിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 3 + 2i എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇമാജിനറിൻ്റെ വാല്യൂ മൈനസ് ആണെങ്കിൽ ഇതായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ R1ൻ്റെ വാല്യൂ 2 ആണ്, ഇമാജിനറിൻ്റെ വാല്യൂ -4 ആണെങ്കിൽ -4 എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ ഒരു ഐയും കൂടി പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇതിന് വേണ്ടി ഒരു ഈഫ് എൽസ് എഴുതി മാത്രമേ. ദെൻ ഒരു /out/ നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്. ഒരു പ്ലസ് ഇടണം, ആഡ് ചെയ്യാൻ സിമ്പിൾ കാണിക്കാൻ ഒരു പ്ലസ് ഇടണം. നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടി / കൊടുത്തു. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈഫ് എഴുതിയിരിക്കുന്നത്, എൽസ് എഴുതി, ഈഫ് എൽസ് എഴുതിയിരിക്കുന്നത്. ദെൻ അതിന് താഴെ ഒരു അണ്ടർലൈൻ വരയ്ക്കാൻ വേണ്ടി, നെക്സ്റ്റ് ലൈനിൽ ഒരു അണ്ടർലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു / കൊടുത്തതും കൂടി മനസ്സിലാക്കേണ്ടത്. ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദെൻ എന്താണ് ചെയ്തത്, ഈ IMG എന്താണ് ആഡ് ചെയ്ത 2 കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്തിരിക്കുന്ന IMG ആണിത്. അതും കൂടി പ്രിൻറ്റ് ചെയ്യണം. റിസൾട്ട് കൂടി പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്ന ആദ്യം നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ, രണ്ടാമത് ഇൻപുട്ട് ചെയ്ത വാല്യൂ പ്ലസ് റിസൾട്ട് കിട്ടിയിരിക്കുന്ന വാല്യൂ, അങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എഴുതിയതെന്ന് മാത്രമേ ഉള്ളൂ. നോക്കുമ്പോൾ ഒരുപാട് ലൈനൊക്കെ തോന്നും, പ്രോഗ്രാം വളരെ കുറച്ചുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. കമ്പൈൽ ചെയ്തു, സക്സസ് ആണ്. ബിൽഡ് ചെയ്ത് നോക്കാം, സക്സസ് ആണ്. റൺ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ കൊടുത്തു. 4 നമ്മൾ വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ. 4 റിയൽ പാർട്ട് കൊടുത്തു. ഇമാജിനറി പാർട്ട് ഇപ്പോൾ 2 എന്ന് കൊടുത്തു. സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് 3 എന്ന് കൊടുത്തു. ഇമാജിനറി പാർട്ട് ഒരു 4 എന്ന് കൊടുത്തു. നോക്കാം, നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 4 + 2i പ്ലസ്
കാണിച്ചിട്ട് ആ റിസൾട്ട് കാണിക്കുന്ന രീതിയിൽ ഞാനിവിടെ റിസൾട്ട് കണ്ടു. ഓക്കെ, ഇതാണ് നമ്മളുടെ പണ്ടത്തെ രീതിയിലുള്ള പ്രോഗ്രാമിങ്. നമ്മൾ പഠിച്ചിരുന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ഇത്. നിരത്തി എഴുതി പോരുന്നത് ഫസ്റ്റ് തൊട്ടിട്ട് കാര്യങ്ങൾ അങ്ങനെ ആവശ്യമുള്ളൊക്കെ പാടെ അങ്ങനെ നിരത്തി എഴുതി പോരുന്നത്. ഇത് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ല. ഇത് വൺ ആഫ്റ്റർ അനദർ ഒരു ഈ ഫയൽസിലാകുമ്പോൾ ഇവിടുത്തെ വർക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇതായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ജമ്പിങ് മാത്രമല്ലാതെ രീതിയിൽ സിമ്പിളായിട്ട് വൺ ആഫ്റ്റർ അനദർ ലെവലിൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്, അൺസ്ട്രക്ചേർഡ് ഒരു പ്രോഗ്രാമിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒന്നുമില്ല, 4 വേരിയബിൾ അല്ലെങ്കിൽ 6 വേരിയബിൾ, 2 റീഡ് ചെയ്തു, അടുത്ത 2 റീഡ് ചെയ്തു, ആഡ് ചെയ്ത് കണ്ടുപിടിച്ചു. ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ പ്രിൻറ്റ് ചെയ്തു, സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ പ്രിൻറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും അഡീഷണലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് ആണ് നോർമൽ ലെവലിലുള്ള പ്രോഗ്രാമിംഗ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഫങ്ഷൻ്റെ ഒരു കാര്യം പ്രോഗ്രാമിൽ വന്നത്. ഒരു ഫങ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം. നമ്മളിപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു പ്രോഗ്രാമാണ്. കയറിപ്പോയി കഴിഞ്ഞാൽ കയറിപ്പോയാൽ ഒരു 10 or 20 ലൈനപ്പ് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം, ഇത്ര 26 ലൈനുള്ളൊരു പ്രോഗ്രാമാണ് ഇത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ റിയൽ സിനാരിയോയിൽ അല്ല റിയൽ സിറ്റുവേഷനിൽ ഇതല്ല കേസ്. 1000-10,000 ലൈനുള്ളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ നിരത്തി എഴുതി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. വലിയൊരു പ്രശ്നം അതേപോലെ സോൾവ് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഏത് പ്രശ്നമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാക്കിയിട്ട് മാറ്റണം. എന്നിട്ട് ആ ഓരോ ചെറിയ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവുന്നുണ്ട്, ആ വലിയ പ്രശ്നം സോൾവ് ആവുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. വലിയൊരു പ്രശ്നമാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ചെറിയ കാര്യമാക്കിയിട്ട് മാറ്റണം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ സ്കൂൾ ലെവലിലൊരു യൂത്ത് ഫെസ്റ്റിൽ നടക്കണം. യൂത്ത് ഫെസ്റ്റ് നടക്കണമെങ്കിൽ യൂത്ത് ഫെസ്റ്റിൽ ഒറ്റയടിക്ക് ഒന്നിച്ചങ്ങോട്ട് നടത്തി ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീർത്ത് അങ്ങനെ ഒരൊറ്റ സ്ട്രെച്ചിൽ നടത്തി തീർക്കല്ല ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ ഒരു മീറ്റിംഗ് കൂടിയിട്ട് പല സബ് കമ്മിറ്റികളും സബ് കമ്മിറ്റികളും കൂട്ടിയിട്ട് ഓരോരോ വർക്ക് ഓരോരുത്തർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പ്രോഗ്രാം കമ്മിറ്റി ഉണ്ടായിരിക്കുന്നുണ്ട്, പിന്നെ എന്താണ് പന്തലിൻ്റെയും പിന്നെ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളിലൊക്കെ ഉള്ള കമ്മിറ്റി വേറുണ്ടായിരിക്കും. ഫുഡ് കമ്മിറ്റി വേറുണ്ടായിരിക്കുന്നുണ്ട്. പ്രോഗ്രാമിൽ തന്നെ അതിൻ്റെ സബ് കമ്മിറ്റി വരാണെങ്കിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളിന് വേറൊരു കമ്മിറ്റി ഉണ്ടായിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസിപ്ലിന് വേറെ കമ്മിറ്റി ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം പറഞ്ഞാൽ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നതിനെ ഒറ്റയടിക്ക് ഒന്നിച്ച് ഒരാൾ മാത്രം ഹാൻഡിൽ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. അതിന് ഡിവൈഡ് ചെറിയതുപോലെ ആക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പരിചിതമാണ്. ആ ഒരു അപ്രോച്ച് തന്നെയാണ് നമുക്ക് പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടത്. വലിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ ചെയ്യാതെ അതിനെ ഏതൊക്കെ ലെവലിൽ സബ് മൊഡ്യൂളാക്കാം, ചെറുതാക്കാം എന്നുള്ള ലെവലിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു പ്രോഗ്രാം അപ്രോച്ചാണ് നമ്മൾ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഫങ്ഷൻസ് വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമിംഗ് ലെവലിൽ ചെയ്യുന്നത്. അത് നെക്സ്റ്റ് ലെവലിൽ വരുന്നതാണത്. എഴുതാൻ സമയം എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ വന്നപ്പോൾ
ആ പ്രോഗ്രാം നമ്മൾ ആദ്യം ചെയ്ത പ്രോഗ്രാമിനെ വേറൊരു അപ്രോച്ചിൽ ചെയ്യണം. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള മെച്ചം എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു സാധനം ചെയ്ത് വേറെ ഇത് ചെയ്യുമ്പോൾ അതിന് എന്താണ് അഡ്വാൻറ്റേജ് നമുക്ക് വേണമല്ലോ, അല്ലാതെ വെറുതെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടാവുക. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്രിയേറ്റഡ് എ സ്ട്രക്ചർ കോംപ്ലക്സ്. കോംപ്ലക്സിൻ്റെ ഉള്ളിൽ റിയലുണ്ട്, ഇമാജിൻ്റെ 2 ഡാറ്റ പാർട്ട് ഉണ്ട്. അത് വെച്ചിട്ടൊരു കോംപ്ലക്സ് നമ്പർ ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ പ്രോഗ്രാമിൽ ചെയ്ത കാര്യങ്ങൾ റീഡ് ചെയ്യാന്നുള്ളൊരു ഫംഗ്ഷനാക്കി മാറ്റി. കോംപ്ലക്സ് നമ്പറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതി. കോംപ്ലക്സ് നമ്പറിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതി. അവിടെ പണ്ട് എഴുതിയ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. റീഡ് ചെയ്യാനുള്ളടത്ത് ഇപ്പോൾ C എന്നുള്ള ലെവലിൽ എഴുതി. റിയൽ ഇമാജിനറി പാർട്ട് ഇൻപുട്ട് ചെയ്യാൻ ചോദിച്ച് C.R ആക്കി. C.img നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഒരു ആംപർസൈൻ കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ കാര്യമാണ്. ഇത് കാൾ ബൈ റെഫറൻസ് ആണ്, അത് നമ്മൾ വിളിക്കുമ്പോൾ പറയാം അതുകൊണ്ടാണ് ആംപർസൈൻ കൊടുത്തിരിക്കുന്നത്. പ്രിൻ്റ് കോംപ്ലക്സ് എന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടി എഴുതി. ഇതെന്നുള്ള ഫംഗ്ഷനാണ്, ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ തുറക്കേണ്ട ഒരു അവസാനമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതിയത്. ഈ ഫോട്ടിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദെൻ ഞാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസം വേണമെങ്കിൽ തോന്നുന്നുണ്ട്, ഞാൻ ആഡ് ചെയ്യാനും വേറൊരു ഫംഗ്ഷനായിട്ട് എഴുതി. എന്തോടെ ആവശ്യം, ആഡ് ചെയ്യാൻ 2 കോംപ്ലക്സ് നമ്പർ 2 പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുത്തു. റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ഓർമ്മ വേണം. ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് കോംപ്ലക്സ് ആണ്. അതായത് 2 കോംപ്ലക്സ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വേറെ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. റിട്ടേൺ ചെയ്യുന്ന കോംപ്ലക്സ് ആണ്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ടെമ്പററി ആയിട്ട് കോംപ്ലക്സ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, C എന്നുള്ളത്. ആ C.Rലേക്ക് ഈ C1.R C2.R ആഡ് ചെയ്തു. C.imaginary C1.imaginary C2.imaginary ആയിട്ട് മാറ്റി. റിട്ടേൺ C എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഫംഗ്ഷനായിട്ട് പുറത്ത് ചെയ്ത്. കാരണം വലിയൊരു പ്രോഗ്രാമിനെ ചെറിയ മൊഡ്യൂളാക്കി മാറ്റുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എന്താണ് കൺട്രോളിൽ വരും കാര്യം. ഇന്ന കാലത്താണ് റീഡ് ചെയ്യണത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്ന ഫംഗ്ഷനിൽ പോയി നോക്കിയാൽ മതി. ആഡ് ചെയ്യുന്നത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി നോക്കിയാൽ മതി. പ്രിൻ്റ് ചെയ്യുന്നിടത്ത് പ്രിൻ്റ് ചെയ്യുന്ന ഫംഗ്ഷനടുത്ത് പോയി നോക്കിയാൽ മതി. അങ്ങനെ ലെവലിൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒരു കൺട്രോൾ നമുക്ക് ഇനി നോക്കാം. ഇവിടെയാണ് മെയിൻ ഫംഗ്ഷൻ. നമുക്കറിയാം എവറി പ്രോഗ്രാം മസ്റ്റ് ഹാവ് എ മെയിൻ ഫംഗ്ഷൻ. എല്ലാ പ്രോഗ്രാമിലും മെയിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം ബിഗിൻസ് ഫ്രം ദി ഫസ്റ്റ് ലൈൻ ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ. പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ലൈൻ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ എന്താണ് കോംപ്ലക്സ് C1 C2 C3 എന്നുള്ള 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റീഡ് കോംപ്ലക്സ് C1 ഇതൊക്കെ പാരാമീറ്റർ കാൾഡ് ബൈ റെഫറൻസ് ആണ്. C1 എന്ന് പാസ് ചെയ്യുന്നത് റെഫറൻസ് ആയിട്ട് അവിടെ നിങ്ങൾ എഴുതി കൊടുത്ത് നോക്കണം. ഇവിടെ മുകളിൽ ആംപർസൈൻ കൊടുത്തത് കൊണ്ട് C എന്ന് കൊടുത്തുകൊണ്ട് ഈ സീൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അല്ല നമുക്ക് C1 വാല്യൂ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ കാരണം. C1 ആയിരിക്കും ഇപ്പോൾ വാല്യൂ റീഡ് ചെയ്യുന്നത്. അവിടെ C.R എന്ന് കൊടുത്താലും വിൽ ഗെറ്റ് ദാറ്റ് വാല്യൂ ഇൻ C1 ബിക്കോസ് വി ട്രാൻസ്ഫർ ദാറ്റ് called the function called by reference method. ഓക്കെ, ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ റീഡ് ചെയ്തു. അടുത്തതിന് വീണ്ടും റീഡ് കോംപ്ലക്സ് C2 എന്ന് വിളിച്ചപ്പോൾ C2 കോംപ്ലക്സ് നമ്പർ കിട്ടി. ദെൻ എന്താ നമ്മൾ ചെയ്തത്, ആഡ് ചെയ്തു. ദെൻ പ്രിൻറ്റ് കോംപ്ലക്സ് C1. ഇപ്പോൾ എന്താ ചെയ്തത്, ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു പ്ലസ് സ്ലാഷ് ഇട്ടതിനാണ് അടുത്ത ലൈനിലേക്ക് പോകാനാണ്. അപ്പോൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ പ്രിൻ്റ് ചെയ്യും, അതിൻ്റെ എൻഡിൽ പ്ലസ് ഇടും, പിന്നെ അടുത്ത ലൈനിലേക്ക് വരും. ദെൻ എന്ത് ചെയ്തുകൊണ്ട് കോംപ്ലക്സ് നമ്പർ 2 പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ദെൻ അതിൻ്റെ താഴത്ത് ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് പോയിട്ട് ഒരു വര കിട്ടും. ദെൻ ഒരു സ്ലാഷിനും കൂടി കൊടുത്താൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നുണ്ട്. ദെൻ പ്രിൻ്റ് കോംപ്ലക്സ് C3 എന്ന് പറയുമ്പോഴോ ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം ഇത് റൺ ചെയ്താലും എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് എന്ന് നോക്കാം. എൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ചോദിക്കുന്നു. ഞാൻ 3 + 4 എന്ന് കൊടുത്തു, 2 + 1 കൊടുത്തു.
then 5 plus 5i എന്നായിരിക്കും പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. ആൻസർ ഈസ് സെയിം. നമ്മൾ ആദ്യം ചെയ്ത പ്രോഗ്രാമിൻ്റെ സെയിം ആൻസർ തന്നെയാണ്. പക്ഷേ ഇത് പ്രോഗ്രാമിൻ്റെ അപ്രോച്ച് ഒന്ന് മാറി. ഇവിടെ എന്താണ് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യത്തിനെ ചെറിയ കാര്യമാക്കിയിട്ട് ഓരോ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് മെയിൻ പ്രോഗ്രാമിൻ്റെ സൈസാണ് കുറച്ച്. മറ്റേ മെയിൻ പ്രോഗ്രാം കുറേ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുക, ഇത്ര കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇവിടെ ഫാഷനും കാര്യങ്ങളും എഴുതാൻ കുറച്ച് സൈസ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ചെയ്ത കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെ ഇതിൽ. ഇനി റീഡ് ചെയ്യുന്ന സാധനം എന്താ പറയുക, റീഡിൽ പോയി നോക്കണം. ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താ പറയുക, ആഡിൽ പോയി നോക്കണം. പ്രിൻ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പ്രിൻ്റ് എന്ന ഫംഗ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി പ്രോഗ്രാമിനെ ഒന്നും കൂടി തന്നെ പ്രൊസീജിയറൽ അപ്രോച്ച് ഇതിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന ലെവലിൽ മൊഡ്യൂളാക്കുന്ന ലെവലിലേക്ക് മാറും. ഇപ്പോഴും ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നുണ്ട്. ഫങ്ഷൻ വേറെയും ഡാറ്റ വേറെയുണ്ട്. ഇതാണ് നമ്മൾ ഡാറ്റ. സ്ട്രക്ചർ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സാധനമാണ് ഡാറ്റ. ദെൻ ഈ ഡാറ്റയുടെ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ മാത്രമേ ഒരു കണക്ഷൻ വരുന്നുള്ളൂ. കോംപ്ലക്സ് C1, കോംപ്ലക്സ് C2, കോംപ്ലക്സ് C1, C2 എന്നൊക്കെ വിളിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു കണക്ഷനായിട്ട് അവിടെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലെവലിലുള്ള ഒരു പ്രോഗ്രാമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മൊഡ്യൂളാക്കി മാറ്റി ചെറുതാക്കിയിട്ട് മാറ്റിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആയാൽ ആണ് നമ്മൾക്ക് ഇനി പഠിക്കാനുള്ള കാര്യത്തിലുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ എന്താ പരിപാടി എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് പ്രോഗ്രാമിങ്ങിൻ്റെ ഡിഫക്ട്സ് അറിയണം. എന്താണ് ഇപ്പോൾ പ്രശ്നമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ആർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ആണ്. ഇത് ഫങ്ഷൻ്റെ ഡാറ്റേൻ്റെ മുകളിൽ നമുക്ക് കൺട്രോൾ കുറവാണ് അല്ലേ. അതിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാനോ അതിനെ ഒന്നും കൂടി ഒരു സെക്യൂറാക്കി മാറ്റാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിൽ ഇല്ല. ഓക്കെ, അങ്ങനെ ഉള്ള ലെവലിൽ ആണ് നമുക്ക് പുതിയ ഒരു മെത്തേഡായിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന ലെവലിൽ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇവിടെയാണ് കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്ലാസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അറിയേണ്ടത്. ക്ലാസ് വരുമ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു വർഗം എന്ന മീനിങ്. ഇവിടെ ക്ലാസിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് കമ്പൈൻഡ് ടുഗദറാണ്. ഇത് നമ്മൾ ഡാറ്റേനെയും ഫങ്ഷൻ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ക്ലാസ്സുള്ള കൺസെപ്റ്റ് വന്നതോട് കൂടിയിട്ട് എന്തായി മാറി, ഡാറ്റേനെയും ഫങ്ഷനെയും കൂടി ഒരു യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നോക്കുക, ഇതൊക്കെ നേരത്തെ എഴുതിയ കാര്യം തന്നെയാണ്. എഴുതിൻ്റെ ഒരു സ്റ്റൈലിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് ക്ലാസ് ഓപ്പണിംഗ് ആണ്, ക്ലാസ്സിന് തുടക്കം കൂടെയാണ്. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു പബ്ലിക് എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോൾ നിങ്ങൾ അതേപോലെ നോക്കുക. പബ്ലിക് എഴുതിയിട്ടുണ്ട്. ഇനി പബ്ലിക്കിന് താഴെയാണ് ഞാൻ നേരത്തെ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനൊക്കെ. വോയിഡ് എന്നൊരു ഫംഗ്ഷൻ, റീഡ് ഫംഗ്ഷൻ ഉണ്ട്. വോയിഡ് പ്രിൻറ്റ് കോംപ്ലക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. കോംപ്ലക്സ് ആഡ് കോംപ്ലക്സ് C2 എന്നൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എഴുതിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്താണ്, C1 ഡോട്ട് R എന്നൊക്കെയായിരുന്നു നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നിടത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയത്തില്ലല്ലോ, കാരണം ഇവിടെ പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ പാരാമീറ്റർ ഇല്ല പ്രിൻ്റ് ചെയ്തപ്പോൾ. നോക്കുക, R യൂസ് ചെയ്തത്, IMG ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റീഡ് ചെയ്ത് കൊടുത്തും വെറും R IMG ആണ്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ നമ്മൾ വേറെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ തന്നെയാണ് റീഡ് കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദ വേരിയബിൾസ് R ആൻഡ് IMG എന്നുള്ള അതിൻ്റെ ഡാറ്റ മെമ്പർ തന്നെ, ആ ക്ലാസ്സിൻ്റെ ഡാറ്റ മെമ്പർ തന്നെയാണ്. ഇവിടെയാണ് പ്രത്യേകമായിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ രണ്ട് ഡാറ്റകളെ ആറും IMGയും നമ്മൾ ആദ്യം വേറിട്ടേ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒന്നിൻ്റെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒന്നിക്കാക്കി. ഇത് ക്ലാസ് എന്നുള്ള അതിൻ്റെ ഉള്ളിലായിട്ട് മാറിക്കൊണ്ട് ഈ ആറും IMG. അപ്പോൾ ഈ റീഡ് കോംപ്ലക്സ് എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് മാത്രമേ നമുക്ക് ഈ ആറിനെ IMGനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പുറത്ത് വേറൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് നമുക്ക്
പിന്നെ ഡയറക്റ്റായിട്ട് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു 90% പറ്റില്ല. ചില കേസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നാലും നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ആർമി IMGന് നമുക്ക് വ്യത്യസ്തമായിട്ട് പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പുറത്ത് മീൻസ് ഈ ക്ലാസ്സിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൻ്റെ പുറത്ത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലോ കാര്യങ്ങൾ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഡാറ്റ ഹൈഡിങ് എന്ന പ്രോപ്പർട്ടി ഒക്കെ വരാൻ പോകുന്നത്. ഡാറ്റയെ നമ്മളൊന്ന് സെക്യൂർ ആക്കുകയാണ്. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലാക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഡാറ്റ ഒന്നും കൂടി ആ ഡാറ്റേൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ കുറച്ച് ഫംഗ്ഷൻസ്, ആ ഫംഗ്ഷൻ വെച്ചിട്ട് മാത്രം ആ ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പായി മാറി. അതല്ല ഡാറ്റ പരന്ന് കിടക്കുന്ന വേറെ ഫംഗ്ഷൻ വേറെ കുറേ സ്ഥലത്ത് പരന്ന് കിടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ലെവലിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ഓവർകം ചെയ്യുന്ന ഒരു ഫീച്ചറായിട്ടാണ് ഈ ഒരു ക്ലാസ് എന്നുള്ള കൺസെപ്റ്റ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കും. ഓക്കെ, ഇവിടെ ചെയ്ത് നോക്കൂ. സെയിം തന്നെ ചെയ്തിരിക്കുന്നത്. മെയിൻ പ്രോഗ്രാമിൽ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്ത് ഞാൻ കോംപ്ലക്സ് എന്നുള്ളത് ക്ലാസിൻ്റെ പേരാണ്. C1 C2 C3 എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, സാധാരണ ലെവലിൽ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ എന്നാണ് പറയുന്നത്. ഇവിടെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. an instance of a class is called object. കോംപ്ലക്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് C1. C1ന് എന്തൊക്കെ ഉണ്ട്? R ഉണ്ട്, IMG ഉണ്ട്. ആ C1ന് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്? റീഡ് കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്, ആഡ് കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്, പ്രിൻറ്റ് കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി എന്താണ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആണ്. C1 ഡോട്ട് റീഡ് കോംപ്ലക്സ്, C2 ഡോട്ട് റീഡ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇതിലേക്കാണ് റീഡ് ചെയ്യാൻ നമ്മൾ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മറ്റേ നമ്മൾ പാരാമീറ്റർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ C1 ഡോട്ട് റീഡ് കോംപ്ലക്സ് പറഞ്ഞാൽ C1 ഡാറ്റ റീഡ് ചെയ്യും, C2 ഡോട്ട് റീഡ് കോംപ്ലക്സ് പറഞ്ഞാൽ C2 ഡാറ്റ റീഡ് ചെയ്യും. അപ്പോൾ C1 ഡോട്ട് R എന്നായിട്ടും C2 ഡോട്ട് R ആയിട്ട് അവിടെ കിട്ടും സാധനം. ഓക്കെ, ദെൻ C3 is equal to C1 ഡോട്ട് ആഡ് കോംപ്ലക്സ് C2 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പാരാമീറ്റർ ഇവിടെ കൊടുത്ത് ആദ്യം ഈ പ്രോഗ്രാമായിട്ടൊന്ന് വ്യത്യാസം മനസ്സിലാക്കണം. ദെർ ഈസ് ഓൺലി 1 പാരാമീറ്റർ. മറ്റേ കേസിൽ നമ്മൾ 2 പാരാമീറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരു പാരാമീറ്റർ കൊടുത്തുള്ളൂ. ഒരു പാരാമീറ്റർ തന്നെയാണ് ആ വിളിക്കുന്ന ഒബ്ജക്റ്റ് തന്നെയാണ്. C1 itself is the first parameter. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രോഗ്രാം ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റിയൽ സിറ്റുവേഷനിൽ, റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിലുള്ള ഒരു പ്രോഗ്രാമിങ്ങിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്. കാരണം നമ്മൾ വേൾഡിലുള്ള എല്ലാ സാധനവും വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. ഒബ്ജക്റ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് മാറ്റാൻ നമ്മൾ പ്രോഗ്രാം എഴുതുന്നുണ്ട്. നമുക്ക് എനിത്തിങ്, നമുക്കൊരു ക്ലാസ് എടുക്കണമെങ്കിൽ സ്റ്റുഡൻറ്റ് ആസ് എ ക്ലാസ് എടുക്കാം, എംപ്ലോയി ആസ് എ ക്ലാസ് എടുക്കാം, പ്ലെയർ ആസ് എ ക്ലാസ് എടുക്കാം. ഏതൊരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ മാറ്റാൻ വേണ്ടി കുറച്ച് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് എങ്ങനെ എഴുതുന്നു, കാര്യങ്ങൾ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ചിട്ട് എങ്ങനെ എഴുതുന്നതനുസരിച്ചാണ് പ്രോഗ്രാമിൻ്റെ സൈസ് കൂടുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റാണ് ഇന്ന് കിട്ടേണ്ടത്. എന്താണ് ക്ലാസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടണം. ക്ലാസ് പറഞ്ഞൊന്നുമില്ല, എന്തേ ഉള്ളൂ, കുറച്ച് ഡാറ്റ ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഫംഗ്ഷനും ഉണ്ട്. ദാറ്റ് ഇസ് എ ക്ലാസ്. സ്ട്രക്ചർ പറഞ്ഞാൽ എന്താ വെച്ചാൽ എന്താണ്, അവിടെ ഡാറ്റ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ ലെവലിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ എന്താണ്, അങ്ങനെ ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ആയിട്ടൊന്നൊക്കെ സ്ട്രക്ചർ ഉണ്ട്. ആ ലോജിക്ക് എന്നുള്ളതാണ് ആ വേർഡിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രോഗ്രാമറാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ ഡാറ്റ തമ്മിൽ കണക്റ്റഡ് ആണ്. റോൾ നമ്പർ, നെയിം, സ്റ്റുഡൻറ്റ്, നെയിം, മാർക്ക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് അറിയില്ല റോൾ നമ്പറും സ്റ്റുഡൻറ്റ് നെയിമും മാർക്കും ഒന്നിച്ച് വരേണ്ട സാധനമാണ്. നമ്മളുടെ ഐഡിയ ആണ് എന്ത്, റോൾ നമ്പറും നെയിമും മാർക്കും ഒന്നിച്ച് വരേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കൂടെ പ്രോഗ്രാമിലൂടെ കൺസെപ്റ്റ് മനസ്സിലായിട്ട് ആ തിയറി കേൾക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഐഡിയ കിട്ടും. അല്ല കുറേ കടിച്ചാൽ പൊട്ടാത്ത കുറേ വാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ എന്താണ് പോളിമോർഫിസം, ആ കൺസെപ്റ്റൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറയാൻ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു ക്ലാസിൻ്റെ ഒരു ഡെഫിനിഷൻ, ക്ലാസ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഒരു ചെറിയൊരു അവയർനെസ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രോഗ്രാമിംഗ് സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഈ ഒരു
പ്രോഗ്രാം ഈ 3 രീതിയിലും പ്രോഗ്രാം എഴുതിയത് സാധനം ഒക്കെ ഒന്ന് തന്നെ എഴുതിയിരിക്കുന്നത് 3 രീതിയിലും ആറ്റി എഴുതിയിട്ടുണ്ട്. ആ എഴുതുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഫീൽ ചെയ്യണം. ഫസ്റ്റ് എഴുതുമ്പോൾ ഇപ്പോൾ ചെറിയ പ്രോഗ്രാം ആയതുകൊണ്ടാണ്. വലിയൊരു പ്രോഗ്രാം ആണെങ്കിലാണ് ഒന്നുകൂടി ഇത് കൂടുതൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ചിലപ്പോൾ എഴുതിയപ്പോൾ അതിനൊക്കെ കുറച്ച് ലെങ്ത് കൂടെ കൂടിയിട്ടുണ്ട്, കാരണം അവിടെ ക്ലാസ്സും ഫംഗ്ഷനൊക്കെ എഴുതിക്കൊണ്ടായിരുന്നുണ്ട്. പക്ഷേ വലിയൊരു പ്രോഗ്രാമിൻ്റെ അപ്രോച്ചിൽ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളായിട്ട് ഓരോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ കമ്പൈൻ ചെയ്യാം. അത് നമുക്ക് ഈസി ആയിട്ട് പ്രോഗ്രാമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലെവലിൽ പ്രോഗ്രാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളെന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു.